ലോക ജനസംഖ്യയുടെ വലിയൊരു ഭാഗം, ഏകദേശം 1.8 ബില്യൺ മനുഷ്യർ വിശ്വസിക്കുന്ന മതം. ഒരേ ദൈവം, ഒരേ ഖുർആൻ, ഒരേ പ്രവാചകൻ. എന്നിട്ടും ചരിത്രത്തിന്റെ ഏതോ വഴിത്തിരിവിൽ വെച്ച് ഈ മഹാസമൂഹം രണ്ടായി പിരിഞ്ഞു. 7-ാം നൂറ്റാണ്ടിലെ മക്കയിലെയും മദീനയിലെയും തെരുവുകളിൽ നിന്ന് തുടങ്ങിയ ആ കഥ കേവലം ഒരു മതപരമായ തർക്കമല്ല, മറിച്ച് അതൊരു പവർ പൊളിറ്റിക്സിൻ്റെയും രക്തസാക്ഷിത്വത്തിൻ്റെയും നൂറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ പോരാട്ടങ്ങളുടെയും കഥയാണ്. ക്രിസ്തുവർഷം 632. ഇസ്ലാമിക ചരിത്രം നിശ്ചലമായ നിമിഷം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിയോഗം മുസ്ലിം സമൂഹത്തെ വലിയൊരു ചോദ്യത്തിന് മുന്നിൽ നിർത്തി. ഇനി ഈ സമൂഹത്തെ ആര് നയിക്കും? ഈ ചോദ്യം കമ്മ്യൂണിറ്റിയെ രണ്ട് ചിന്താഗതികളിലേക്ക് നയിച്ചു. ഭൂരിഭാഗം പേരും വിശ്വസിച്ചത് പ്രവാചകൻ ഒരു പിൻഗാമിയെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ്. അതിനാൽ സമുദായം ചേർന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണമെന്ന് അവർ വാദിച്ചു. അങ്ങനെ പ്രവാചകന്റെ അടുത്ത സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് ആദ്യ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രവാചകന്റെ ചര്യ പിന്തുടരുന്നവർ എന്ന നിലയിൽ ഇവർ സുന്നികൾ എന്നറിയപ്പെട്ടു. എന്നാൽ മറ്റൊരു വിഭാഗം ഇതിനോട് വിയോജിച്ചു. നേതൃത്വം എന്നത് പ്രവാചകന്റെ രക്തബന്ധത്തിൽ തന്നെ നിലനിൽക്കണമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. പ്രവാചകന്റെ മരുമകനും അമ്മാവന്റെ മകനുമായ അലി ഇബ്നു അബി താലിബാണ് യഥാർത്ഥ പിൻഗാമിയെന്ന് അവർ വാദിച്ചു. ഇവരാണ് ഷിയാത്ത് അലി അഥവാ ഷിയാക്കൾ. ആദ്യത്തെ 3 ഖലീഫമാരുടെ ഭരണകാലത്തും അലി അവർക്ക് പിന്തുണ നൽകി സമാധാനത്തിന് മുൻഗണന നൽകിയെങ്കിലും AD 656 അലി 4ാമത്തെ ഖലീഫയായി അധികാരമേറ്റതോടെ കാര്യങ്ങൾ സങ്കീർണമായി. ആഭ്യന്തര യുദ്ധങ്ങളും രാഷ്ട്രീയ ഗൂഢാലോചനകളും നിറഞ്ഞ ആ കാലഘട്ടം ഒടുവിൽ AD 661 പ്രാർത്ഥനയ്ക്കിടെ അലി വധിക്കപ്പെടുന്നതിലാണ് അവസാനിച്ചത്. ഇതോടെ ജനാധിപത്യപരമായ ഖിലാഫത്ത് അവസാനിക്കുകയും ഉമ്മയ്യദ് രാജവംശത്തിന്റെ രാജഭരണത്തിന് തുടക്കമാവുകയും ചെയ്തു. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുറിവ് ഉണ്ടായത് AD 680കളിലാണ്. കർബലയുടെ മണ്ണിൽ അലിയുടെ മകൻ ഹുസൈൻ അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസീദിന്റെ അനീതിക്കെതിരെ പോരാടാൻ ഇറങ്ങിത്തിരിച്ചു. വെറും 72 അനുയായികളുമായി പോയ ഹുസൈനെ യസീദിന്റെ വമ്പൻ സൈന്യം വളഞ്ഞു. ദിവസങ്ങളോളം ദാഹിച്ചും പട്ടിണി കിടന്നും പോരാടിയ ഹുസൈനും കുടുംബവും ക്രൂരമായി കൊല്ലപ്പെട്ടു. ഈ രക്തസാക്ഷിത്വം ഷിയ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവായി മാറി. ഓരോ വർഷവും അവർ ആഷുറ എന്ന പേരിൽ ഈ ദുഃഖം ആചരിക്കുന്നു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ആചാരങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു. അതിലെ ചില പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ: സുന്നികൾക്ക് ഖലീഫ എന്നത് ഒരു പൊളിറ്റിക്കൽ ലീഡർ മാത്രമാണ്. എന്നാൽ ഷിയാക്കൾക്ക് അവരുടെ ഇമാമുമാർ പ്രവാചകനെ പോലെ തന്നെ വലിയ ആത്മീയ സ്ഥാനമുള്ളവരാണ്. അവർക്ക് തെറ്റുകൾ സംഭവിക്കില്ല എന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. സുന്നികൾ പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ വയറിനു മുകളിൽ കെട്ടുന്നു, എന്നാൽ ഷിയാക്കൾ കൈകൾ വശങ്ങളിൽ താഴ്ത്തിയിട്ടിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. സുന്നികൾ ദിവസവും 5 നേരം സെപ്പറേറ്റായി നിസ്കരിക്കുമ്പോൾ ഷിയാക്കൾ ഉച്ചത്തെയും വൈകുന്നേരത്തെയും നിസ്കാരങ്ങൾ ജോയിൻ്റായി ചെയ്യാറുണ്ട്. ഷിയ പള്ളികളിൽ അവരുടെ ഇമാമുമാരുടെ ചിത്രങ്ങളോ അലങ്കാരങ്ങളോ കാണാറുണ്ട്. എന്നാൽ സുന്നി പള്ളികൾ വളരെ സിമ്പിളായിരിക്കും. അവിടെ യാതൊരു വിധത്തിലുള്ള ചിത്രങ്ങളും അനുവദനീയമല്ല. 16-ാം നൂറ്റാണ്ട് വരെ സുന്നി സാമ്രാജ്യങ്ങളായിരുന്നു ഇസ്ലാമിക ലോകം ഭരിച്ചിരുന്നത്. ഓട്ടോമൻ എംപയർ ആയിരുന്നു ഇതിലെ ഏറ്റവും പവർഫുൾ. എന്നാൽ ഇറാനിൽ സാഫാവിദ് രാജവംശം അധികാരത്തിൽ വന്നതോടെ വലിയ മാറ്റമുണ്ടായി. അവർ ഇറാനെ ഒരു ഷിയ രാജ്യമായി പ്രഖ്യാപിച്ചു. ഇതോടെ ഓട്ടോമൻ സുന്നികളും സാഫാവിദ് ഷിയാക്കളും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നു. ഈ രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ് ഇന്നും മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന സുന്നി ഷിയ സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ മതപരമായ തർക്കത്തേക്കാൾ ഉപരി ഒരു പവർ സ്ട്രഗിളാണ്. സുന്നികളുടെ ശക്തി കേന്ദ്രമായി സൗദി അറേബ്യയും ഷിയാക്കളുടെ തലപ്പത്ത് ഇറാനും നിൽക്കുന്നു. സിറിയയിലെ യുദ്ധമായാലും യമനിലെ സംഘർഷമായാലും ഇറാനിലെ ഇപ്പോഴത്തെ യുദ്ധമായാലും ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള പ്രോക്സി വാറായി മാറുന്നതാണ് ലോകം കാണുന്നത്. സ്വാർത്ഥരായ രാഷ്ട്രീയക്കാരും തീവ്രവാദ ഗ്രൂപ്പുകളും ഈ വിഭജനത്തെ തങ്ങളുടെ ലാഭത്തിനായി ഉപയോഗിക്കുന്നു. സുന്നിയും ഷിയായും ഒരേ ഇസ്ലാമിൻ്റെ 2 ഒഴുക്കുകളാണ്. ചരിത്രം അവരെ പലപ്പോഴും അകറ്റിയെങ്കിലും അവരുടെ വിശ്വാസത്തിൻ്റെ കാതൽ ഒന്നാണ്. സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ഇന്നും ഐക്യമുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ സുന്നികളും ഷിയാക്കളും പരസ്പരം വിവാഹം കഴിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മതം അവരെ ഇന്നും ഒരുമിപ്പിക്കുന്നു.